ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ കൂൺ കൃഷിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂൺ കൃഷി എങ്ങനെ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഓരോരാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതൊന്ന് വിവരിച്ചുകൂടെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. കൂൺ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ: PP കവറ്, പെല്ലറ്റ്, പിന്നെ റബ്ബർ ബാൻഡ് വേണം. പിന്നെ കൂണിൻ്റെ വിത്താണ്. ഇതാണ് കൂണിൻ്റെ വിത്ത്. ഇത് ഒരു പാക്കറ്റിനെ കൊണ്ട് 2 പെല്ലറ്റ് നിറച്ച സഞ്ചിനകത്തേക്ക് നിറയ്ക്കാം. PP കവർ എടുത്തിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടണം ആദ്യം. എന്നിട്ട് അതിങ്ങനെ തിരിച്ച് വെക്കുക. ഇതുമാതിരി തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് 1 കിലോ പെല്ലറ്റ്, ഇങ്ങനെ അളന്നിട്ട് 1 കിലോ പെല്ലറ്റ് ഇടണം. ഈ പെല്ലറ്റിൻ്റെ അകത്ത് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളമാണ് കണക്ക്. ഇതിപ്പോൾ എല്ലാ കവറിൻ്റെ അകത്ത് നമ്മൾ പെല്ലറ്റ് നിറച്ച് വെച്ചു. അതിനുശേഷം ഇതുപോലെ നല്ല തിളക്കുന്ന വെള്ളം, നല്ലോണം തുള്ളി പറക്കണം. ആ വെള്ളം ഇതുപോലെ കവറിൽ, ഈ പെല്ലറ്റ് നിറച്ച കവറിൽ ഒഴിച്ചു വെക്കണം. 1 കിലോ ആണ് ഈ പെല്ലറ്റിൻ്റെ കണക്ക്. അപ്പോൾ ആ 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇതുപോലെ എല്ലാ പെല്ലറ്റ് നിറച്ച പാക്കറ്റിലെല്ലാം തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടാണുള്ളത്. ഈ പെല്ലറ്റിന് പകരം നമുക്ക് വൈക്കോലും എടുക്കാം. വൈക്കോലായാലും നല്ല പതക്കുന്ന വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ആവിയിൽ പൊങ്ങിയിട്ടോ അല്ലെങ്കിൽ ചൂടാക്കിയിട്ടോ അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പക്ഷേ പെല്ലറ്റാണ് ഉപയോഗിക്കുന്നത്. 15 ദിവസം ഇതുപോലെ ഇരുട്ട് മുമ്പിൽ വെക്കണം. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വെള്ള കളറ് വരും. ഈ വിത്ത് നല്ല പടർന്ന് പിടിച്ചിട്ടുണ്ടാവും ഇതുപോലെ. അപ്പോൾ ഈ 15 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് കെട്ടി തൂക്കണം. 15 ദിവസം കഴിഞ്ഞത് നമ്മൾ കെട്ടി തൂക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഈ 15 ദിവസം കഴിഞ്ഞ് കെട്ടി തൂക്കിയാൽ പിന്നെ 10 ദിവസം വേണം ഇതിനകത്ത് കൂണ് വിരിയാൻ വേണ്ടി. അപ്പോൾ അതുപോലെ കെട്ടി തൂക്കിയിട്ട് 10 ദിവസം കൂടി കഴിഞ്ഞ പെല്ലറ്റാണിത്. ഇതിനകത്ത് കൂണ് വിരിഞ്ഞു തുടങ്ങി. കൂണ് വിരിയുന്നത്. അപ്പോൾ ഇത് വിളവെടുക്കണമെങ്കിൽ 2 ദിവസം കൂടി വേണം. എന്നാലേ നല്ല വലിയ കൂണായിട്ട് വരും.